നമുക്ക് ഒരു ഫസ്റ്റ് ഇക്കായി എന്ന് പറയുന്നത് ഇക്കായി ഏക്കിൽ അതിൻ്റെ പേര് ഝണ്ടാ ഊഞ്ചാ രഹേ ഹമാര. അതിൽ 3 ചാപ്റ്ററാണുള്ളത്. 3 നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ട 3 ചാപ്റ്ററുകളാണുള്ളത്. നമുക്ക് അതിൽ ആദ്യത്തെ ഒരു പാഠം എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ കവിതയുടെ പേര് ഞാൻ പറയുന്നതിന് മുമ്പ് പതിവ് പോലെ ഒരു പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. നോക്കൂ ഈ ലോകം എത്ര മനോഹരം, എത്ര മനോജ്ഞകം, എൻ്റെ ഈ ഭൂമി, എൻ്റെ ഈ ഭൂമി. കാടും മേടും കടലും കരയും കാട്ടാറുകളും കളകളനാദവും. കാടും മേടും കടലും കരയും കാട്ടാറുകളും കളകളനാദവും. എത്ര മനോജ്ഞകം എൻ്റെ ഈ ഭൂമി, എൻ്റെ ഈ ഭൂമി. ഓക്കെ, ഈ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്തിനെ പറ്റിയുള്ളതാണ്? ഭൂമിയെപ്പറ്റി, നമ്മുടെ മാതൃഭൂമിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത. കവിതയുടെ പേര് മാതൃഭൂമി. എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. मातृभूमि का सुंदर वर्णन कवि ने यहाँ किया है. कवि का नाम है मैथिली शरण गुप्त. ओके, ഞാൻ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. द्विवेदी युगीन प्रतिभाशाली कवि मैथिली शरण गुप्त का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. भारतीय पुराणों के उपेक्षित कथा प्रसंग एवं पात्रों को लेकर युगानुरूप काव्य उन्होंने रचे. साकेत, यशोधरा, जयद्रथवध, पंचवड़ी, काबा करबला आदि उनकी श्रेष्ठ रचनाएं हैं. देश ने 1954 को पद्म भूषण उपाधि से उनका सम्मान किया. 1965 को राष्ट्रकवि मैथिली शरण गुप्त का देहांत हुआ. അപ്പോൾ നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത് പ്രതിഭാശാലി കവി മൈഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹം ജനിച്ചത് 1885 ചിരഗാവ്, ഉത്തർപ്രദേശിലുള്ള ചിരഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ചില കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാകേത്, അതിൽ ഊർമിളയെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, രാമായണത്തിൽ എല്ലാവരും സീതയെ പറ്റി പറയുമ്പോൾ അതിലാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് ഊർമിള. പക്ഷേ ശരിക്കും സീതയേക്കാൾ ത്യാഗം അനുഭവിക്കുന്ന ഊർമിളയെ അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഊർമിളയുടെ ദുഃഖത്തെ ചിത്രീകരിക്കുന്ന കാവ്യമാണ് സാകേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു രചനകൾ യശോധര, ജയദ്രഥവധ്, പഞ്ചവടി, കാബ കർബല. പിന്നെ അദ്ദേഹത്തിന് 1954 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം 1965 ആണ് അദ്ദേഹം മരണപ്പെട്ടത്. ശരി, ഇനി നിങ്ങൾ ഈ കവിതയൊന്ന് കേട്ടുകൊള്ളുക.
सागर है, नदियां प्रेम प्रवाह भूल तारे मंडन है, वंदी जन खग वृंद शेष फण सिंहासन है, करते अभिषेक अयोध है, बलिहारी इस वेश की है मातृभूमि, तू सत्य ही सगुण मूर्ति सर्वेश की, जिसके रज में लोट लोट कर बड़े हुए हैं, घुटनों के बल सरक सरक कर खड़े हुए हैं, परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए, हम खेले कूदे हर्षयुत जिसकी प्यारी गोद में है मातृभूमि, तुझको निरमग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही ये देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है, धीर अंध समय तू ही से अचल देख अपनाएगी है मातृभूमि, ये अंत में तुझ में ही मिल जाएगी। ശരി, നമുക്ക് കവിതയൊന്ന് നോക്കാം. ഇതിൽ മാതൃഭൂമിയുടെ സൗന്ദര്യ വർണ്ണനയാണ്. कवि ने मातृभूमि का सौंदर्य वर्णन किया है. नीलांबर परिधान हरित तट पर सुंदर है, सूर्य चंद्र युग मुकुट मेखला रत्नाकर है, नदियां प्रेम प्रवाह फूल तारे मंडन है, बंदी जन खगवृंद शेषफण सिंहासन है. नीलांबर माने नीला आकाश, परिधान परिधान यानी वस्त्र, നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹെ. നോക്കൂ, ഈ ഭൂമിയുടെ സൗന്ദര്യം, പച്ച വിരിച്ചു കിടക്കുന്ന അതിൽ നീല ആകാശം അതിൻ്റെ വസ്ത്രം പോലെ വിളങ്ങുന്നു. നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹെ, സൂര്യ ചന്ദ്ര മുകുട്. ഈ ഭൂമിദേവി അതിൻ്റെ സൗന്ദര്യമാണ് പറയുന്നത്. ഭൂമിദേവിയെ ഒന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു കിരീടം വെച്ചുകൊണ്ട് സുന്ദരിയായി നിൽക്കുന്ന ഭാരതാംബ. അവിടെ സൂര്യ ഔർ ചന്ദ്ര, സൂര്യനും ചന്ദ്രനും ഈ ഭൂമിദേവിയുടെ കിരീടമാണ്. മുകുട്, മുകുടെന്ന് വെച്ചാൽ കിരീടം. അപ്പം സൂര്യനും ചന്ദ്രനും. എന്തുകൊണ്ടാണ് രണ്ട് കിരീടം? ഒരാൾക്ക് തന്നെ രണ്ട് കിരീടത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ്? സൂര്യൻ പകൽ സമയത്തും ചന്ദ്രൻ രാത്രി സമയത്തും അതിൻ്റെ കിരീടമായി ശോഭിക്കുന്നു. സൂര്യ ചന്ദ്ര യുഗ മുകുട് മേഖല രത്നാകർ ഹെ. രത്നാകർ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രം. മേഖല, മേഖല എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല.
എന്താണ്? കർദ്ധനി എന്നാണ് എൻ്റെ അർത്ഥം. അരഞ്ഞാണം. സമുദ്രം ഈ ഭൂമിദേവിയുടെ അരഞ്ഞാണം പോലെ ശോഭിക്കുന്നു. അപ്പോൾ 2 വരി ഒന്നുകൂടെ വായിക്കാം. നീലാംബർ പരിധാന് ഹരിത തടുപ്പർ സുന്ദർ ഹേ, സൂര്യ ചന്ദ്ര യുഗ മുകുട് മേഖല രത്നാകർ ഹേ. നദിയാം പ്രേമ പ്രവാഹ്. നദികൾ, ഇവിടെ ഇതിലെ ഒഴുകുന്ന നദികളെല്ലാം എന്തും കൊണ്ടാണ് ഒഴുകുന്നത്? പ്രേമപ്രവാഹ്, സ്നേഹം. ഈ നദികളിലൂടെ ഒഴുകുന്നത് സ്നേഹമാണ്. നദിയാം പ്രേമപ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹെ. എന്താണ് ഫൂൽ ഔർ താരെ? പൂക്കളും നക്ഷത്രങ്ങളും. മണ്ഡൻ, മണ്ഡൻ എന്ന് കേട്ട് എന്താണ്? പുതിയ വാക്കാണ്. മണ്ഡൻ എന്ന് വെച്ചാൽ ആഭൂഷൺ എന്നാണ് അർത്ഥം. ആഭൂഷണം. അപ്പം എന്താണ്? ഓർണമെന്റ്സ്. ഭൂമിദേവിയുടെ ആഭരണങ്ങളാണ് എന്തൊക്കെ? ഇവിടെയുള്ള വിരിഞ്ഞു വിരിഞ്ഞു നിൽക്കുന്ന നല്ല നല്ല പൂക്കളും അതുപോലെ നക്ഷത്രങ്ങളും. ബന്ദീജന ഖഗ വൃന്ദ്. ബന്ദീജന എന്ന് വെച്ചാൽ സ്തുതിപാഠകർ. സ്തുതിപാഠകർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? സ്തുതിക്കുക, മറ്റുള്ളവരെ പുകഴ്ത്തി പറയുക. മുമ്പൊക്കെ രാജകൊട്ടാരങ്ങളിലൊക്കെ സ്തുതിപാഠകരായിട്ടുള്ള ആൾക്കാരുണ്ട്. രാജാവിനെ സ്തുതിച്ചു പാടുക. അവർ സ്തുതിച്ച് പാടുന്നതിനനുസരിച്ച് രാജാവ് അവർക്ക് പാരിതോഷികം നൽകും. അതുപോലെ ഉള്ള മഹിമ പറയുന്നവർ സ്തുതിപാഠകരായിട്ട്, ഇവിടെ നമ്മുടെ ഭൂമിദേവിയുടെ സ്തുതിപാഠകരായിട്ടുള്ളത് ആരാണ്? ഖഗ വൃന്ദ്. ഖഗ എന്ന് വെച്ചാൽ പക്ഷി, വൃന്ദ് എന്ന് പറഞ്ഞാൽ കൂട്ടം, പക്ഷിക്കൂട്ടങ്ങൾ. ഇതിലേ പറന്ന് നടക്കുന്ന പക്ഷിക്കൂട്ടങ്ങളാണ് സ്തുതിപാഠകർ. ശേഷഫൺ സിംഹാസൻ ഹെ. ശേഷഫൺ എന്ന് വെച്ചാൽ എന്താണ്? സർപ്പത്തിൻ്റെ ഫണം, സിംഹാസനം. ഭൂമിദേവിയുടെ സിംഹാസനം എന്താണ്? ശേഷനാഗ് കാ ഫൺ. ആ ശേഷ ഫൺ എന്നുള്ള ഒരു മിത്ത് ഇവിടെ ടെക്സ്റ്റിൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ശേഷഫൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു മിഥക്കെ അനുസാർ ശേഷനാഗ് കെ ഫൺ പർ ഭൂമി സ്ഥിതി ഹെ. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഒരു സർപ്പം ശേഷനാഗത്തിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഫണത്തിലാണ് ഭൂമിദേവി നിലകൊള്ളുന്നതെന്നാണ് ഹിന്ദു മിത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ശേഷഫണ് സിംഹാസൻ ഹെ. ഭൂമിദേവിയുടെ സിംഹാസനമാണ് ശേഷനാഗ്. 4 വരി മനസ്സിലായല്ലോ? ഒന്നുകൂടെ വായിക്കാം. നീലാംബർ പരിധാന് ഹരിത തടുപ്പർ സുന്ദർ ഹെ, സൂര്യചന്ദ്ര യുഗ മുകുട് മേഖല രത്നാകർ ഹെ. നദിയാം പ്രേമ പ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹെ, ബന്ദീജന ഖഗ വൃന്ദ് ശേഷഫണ് സിംഹാസൻ ഹെ. 4 വരിയിലും ഭൂമിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുന്നു. കർത്തേ അഭിഷേക് പയോദ് ഹെ, ബലിഹാരി ഇസ് വേഷ് കി. പിന്നെയോ കർത്തേ അഭിഷേക്. അഭിഷേക് പറഞ്ഞ എന്താ? സ്പ്രെഡ് ചെയ്യുക, തളിക്കുക. പയോദ് ബാദൽ, എന്താണ്? കാർമേഘങ്ങൾ വർഷിക്കുന്ന മഴ. അത് ഭൂമിദേവിയിലുള്ള പുണ്യപ്രവാഹമാണ്. പുണ്യജലം തളിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. കർത്തേ അഭിഷേക് പയോദ് ഹെ, ബലിഹാരി ഇസ് വേഷ് കി. കവി പറയാണ് മേ ബലിഹാരി ഹോ ജാത്താ ഹൂം. എന്താണ് ബലിഹാരി ഹോന എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഭൂമിദേവിയുടെ ഈ സൗന്ദര്യം എത്ര അതുല്യമാണ്. ഈ സൗന്ദര്യത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ബലിഹാരി ഇസ് വേഷ് കി. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തു സത്യ ഹി സഗുണമൂർത്തി സർവേഷ് കി. നീ തീർച്ചയായിട്ടും എന്താണ്? ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ദൈവത്തിൻ്റെ മൂർത്തി രൂപമാണ് മാതൃഭൂമി. അല്ലയോ മാതൃഭൂമി, നിന്റെ സൗന്ദര്യം എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അത്രയും സൗന്ദര്യമാണ് എൻ്റെ മാതൃഭൂമിക്കുള്ളത്. ശരിക്കും ഇത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നാണ് കവി ഇവിടെ മാതൃഭൂമിയെ പറ്റി പറയുന്നത്. 2 വരി ഒരിക്കൽ കൂടി വായിക്കാം. കർത്തേ അഭിഷേക് പയോദ് ഹേ, ബലിഹാരി ഇസ് വേഷ് കി. ഹേ മാതൃഭൂമി, തു സത്യഹി സഗുണമൂർത്തി സർവേഷ് കി. അപ്പോൾ ആദ്യത്തെ 6 വരി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നീലാംബർ പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ, സൂര്യ ചന്ദ്ര യുഗ മുകുട് മേഖല രത്നാകർ ഹേ. നദിയാം പ്രേമ പ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹേ, ബന്ദീജന ഖഗ വൃന്ദ
शेषफण सिंहासन है, करते अभिषेक पयोद है, बलिहारी इस वेश की, हे मातृभूमि तू സത്യ ഹി സഗുണമൂർത്തി സർവേശിക്ക്. നിങ്ങൾക്കപ്പോൾ അത്രയും അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഭാഗത്തിൽ. അത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നീലാംബർ, നീല ആകാശ്. പിന്നെ പരിധാൻ വസ്ത്ര, മേഖല കർധനി അതായത് അരഞ്ഞാണം. രത്നാകർ രത്നങ്ങളുടെ കൂട്ടമുള്ള സ്ഥലം, അതിൻ്റെ മറ്റൊരു വാക്കാണ് സമുദ്രം. രത്നാകർ സമുദ്ര. മണ്ഡൻ, മണ്ഡൻ മാനെ ആഭൂഷൺ ഓർണമെൻറ്റ്സ് ആഭരണങ്ങൾ. ഖഗ വൃന്ദ്, ഖഗ എന്ന് വെച്ചാൽ പക്ഷി, വൃന്ദ കൂട്ടം, അപ്പോൾ പക്ഷി കൂട്ടം, പക്ഷിഗൺ. ശേഷ ഫൺ, ശേഷനാഗ് കാ ഫൺ. പയോദ്, പയോദ് എന്ന് വെച്ചാൽ മേഘം, ബാദൽ. ബലിഹാരി, ബലിഹാരി ഹോന ആത്മസമർപ്പണം ചെയ്യുക, ആത്മസമർപ്പൺ കർണ, ബലിഹാരി. ഇത്രയും വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ അത്രയും നിങ്ങൾ 2-3 ആവർത്തി വായിക്കുക. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് അത് ക്ലിയറായിട്ട് വരിക. ബാക്കി ഉള്ള വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.